രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതികളിൽ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നടപടി തുടങ്ങി. ക്രൈംബ്രാഞ്ച് സംഘം നേരിട്ടും അല്ലാതെയും പെൺകുട്ടിയെ ബന്ധപ്പെട്ടു. മൊഴി നൽകിയില്ലെങ്കിൽ കേസ് നിലനിൽക്കില്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമം. ഗർഭഛിദ്രം നടത്തിയ ചികിത്സാരേഖകൾ ശേഖരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. പുറത്തുവന്ന സംഭാഷണത്തിലെ ശബ്ദം രാഹുലിൻ്റെതാണെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധനകളും നടത്തും. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, അന്വേഷണം തുടരുകയാണ്. ഇനി ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ്. മൊഴി കൊടുക്കാൻ ഈ കുട്ടിക്ക് മാനസിക സമ്മർദ്ദമുണ്ടെന്ന് ഇന്നലെ മറ്റൊരു മാധ്യമ മൊഴി കൊടുക്കാൻ എന്നതിൽ ഈ കുട്ടി ആശയക്കുഴപ്പത്തിലാണെന്നും ഈ കുട്ടിയെ സംബന്ധിച്ച് അതിൽ മാനസിക സമ്മർദ്ദമുണ്ടെന്നും ഒക്കെ തരത്തിൽ ചില വാർത്തകൾ ഇന്നലെ പ്രചരിച്ചിരുന്നു. ഒരു മാധ്യമ പ്രവർത്തക തന്നെ ഇന്നലെ ആ കുട്ടിയെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇതിലും ഗുരുതരമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. അതൊക്കെ മൊഴിയിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ കേസ് നിലനിൽക്കുക എന്നത് ഈ പെൺകുട്ടികളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഈ ഗർഭഛിദ്രം നടത്തിയ ആ കുട്ടി അടക്കം നിരവധി പേർ ഈ കേസിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒക്കെ മൊഴി ശേഖരിച്ചേ മതിയാവൂ. അതൊക്കെ വരും ദിവസങ്ങളിൽ ശേഖരിക്കാനാണോ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ ഗർഭചിത്രം നടത്തിയ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും അതല്ലാതെ ഈ പെൺകുട്ടി ആര് സംസാരിച്ചാലാണോ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുക, അവർ വഴി കൂടി പെൺകുട്ടിയെ സമീപിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം. അവർ പെൺകുട്ടിയോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ആ പെൺകുട്ടിയുടെ മൊഴിയാണ് നിർണായകം. ആ മൊഴി ലഭിച്ചില്ലെങ്കിൽ കേസ് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയോ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ കഴിയാത്ത ഒരു സാവകാശം ഒരു പ്രശ്നമുണ്ടാകും. ഏതെങ്കിലും മൊഴി നൽകിയാൽ അത് ഐഡൻറ്റിറ്റി അടക്കം ആ പെൺകുട്ടിയുടെ സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പും കൂടി അന്വേഷണ സംഘം നൽകാം എന്ന് പല വഴികളിലൂടെ ഈ പെൺകുട്ടിയെ സമീപിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘം പ്രാഥമികമായി സംസാരിച്ചതിന് ശേഷം അവർ ഈ പെൺകുട്ടി മൊഴി നൽകും എന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. അല്ലെങ്കിൽ അത് അവരുടെ ഒരു പ്രതീക്ഷയായി കൂടി കണക്കാക്കാം.